ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കി നുറുക്കിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് 3 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചിക്കൻ വറുത്തെടുക്കുന്നൊരു റെസിപ്പിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ പിച്ച് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അത് ചൂടായിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. നല്ലൊരു മണം വരുന്നുണ്ട്. ഞാനിതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതിപ്പോഴല്ല, ചിക്കൻ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ മുളക് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഇട്ടിട്ട് പകുതി കുക്കായി കഴിഞ്ഞാൽ അപ്പോഴിട്ട് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ അത് കരിഞ്ഞു പോവും. അപ്പോൾ പകുതിയൊക്കെ ആകുമ്പോൾ ഇട്ട് കൊടുത്താലും പാകത്തിന് ഫ്രൈ ആയി കിട്ടും പച്ചമുളക്. അപ്പോൾ ഞാനിത് ലാസ്റ്റാണ് പച്ചമുളക് വറുത്തെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതേപോലെ വറുത്തെടുക്കാം.
അപ്പോൾ ഞാനിതാ എല്ലാ ചിക്കനും ഇവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബാക്കിയുള്ള എണ്ണയിലേക്കാണ് ഞാൻ മുളക് ഇടുന്നത്. ഒരു 8-10 മുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് അതൊന്ന് നടുകെ കീറിയിട്ട് ഒന്നിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്ക് കോരി മാറ്റാം. ഞാൻ വേപ്പിൻ്റെ ഇല എക്സ്ട്രാ വറുത്തെടുക്കുന്നില്ല. അതിപ്പോൾ ഞാൻ ചിക്കനിൽ മിക്സ് ആക്കിയിട്ട് ആണല്ലോ വറുത്തിടുന്നത്. അപ്പോൾ അതുകൊണ്ട് വേപ്പില വേറെ വറുത്ത് കോരുന്നില്ല. അപ്പോൾ പച്ചമുളകും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.